ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം, ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഇൻടാക്റ്റ് ആണ്. ഒരു പാകിസ്ഥാൻ മിസൈൽ പോലും ഇന്ത്യയുടെ ഒരു സൈനിക ലക്ഷ്യത്തിലും പതിച്ചിട്ടില്ല എന്നുള്ളത് വലിയ വിജയം കൂടിയാണ്. പക്ഷേ പാകിസ്ഥാനിൽ നടത്തിയ ആക്രമണത്തോളം തന്നെ വലിയ കാര്യമാണത്. എന്താണ് ഈ കാര്യത്തിലുള്ള വിശദാംശങ്ങൾ? അഭിലാഷെ, ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണത്തിനും അതുപോലെ തന്നെ ഇന്ത്യക്ക് നേരെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ പ്രകോപനത്തിനും കൂടുതൽ വിശദ വിവരങ്ങളാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയം പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് മേൽപ്പറഞ്ഞ ഇടങ്ങളിലെല്ലാം തന്നെ ഇന്ത്യക്ക് നേരെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും മിസൈൽ ആക്രമണം അതുപോലെ തന്നെ ഡ്രോൺ ആക്രമണം ഉണ്ടായി. അത് കൃത്യമായിട്ട് ഇതിനെ ചെറുക്കാൻ ഇന്ത്യക്ക് സാധിച്ചു എന്നുള്ളതാണ്. S-400 സുദർശൻ ചക്ര എന്നുള്ള പേരിട്ട് ഇന്ത്യ വിളിക്കുന്ന മിസൈലുകൾ ഉപയോഗിച്ച് ഈ പറയുന്ന ആക്രമണത്തെ എല്ലാം ചെറുക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ വിജയം. മറുപടിയായി ഹാർപി ഡ്രോൺസ്, അതായത് ഇസ്രയേലിന്റെ ഹാർപി ഡ്രോൺസ് ഉപയോഗിച്ച് ഇന്ത്യ നടത്തിയ ആക്രമണം, പാകിസ്ഥാന്റെ 9 നഗരങ്ങളിൽ നടത്തിയ ആക്രമണമാണ് ലക്ഷ്യം കണ്ടിരിക്കുന്നത്. അതിൽ ലാഹോറിൽ തന്നെ HQ-9 എന്ന് പറയുന്ന പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ തകർക്കാൻ ഇന്ത്യക്ക് സാധിച്ചു എന്നുള്ളതാണ്. ചൈന നൽകുന്ന, അതായത് ചൈന നിർമ്മിച്ച് പാകിസ്ഥാന് നൽകിയിരിക്കുന്ന വ്യോമ പ്രതിരോധ സംവിധാനമാണ് HQ-9 എന്ന് പറയുന്നത്. ഇത് ഇന്ത്യ കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ സിന്ദൂറിന്റെ ആദ്യ ഫേസ് നടത്തിയപ്പോൾ തന്നെ ഈ പറയുന്ന പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പോലും മര്യാദയ്ക്ക് പ്രവർത്തിച്ചിരുന്നില്ല എന്നുള്ള കാര്യം ആ അറ്റാക്കുകൾ പാകിസ്ഥാന് പറഞ്ഞതുപോലെ തന്നെ ഈ ചൈനയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം വരുന്നത് തങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന പ്രതികരണമാണ് വരുന്നത്. അപ്പോൾ അവർ നിർമ്മിച്ച് നൽകിയ ആയുധമാണ് അല്ലെങ്കിൽ സംവിധാനങ്ങളാണ്. അപ്പോൾ അത് തകർക്കപ്പെടുന്നു. ഒരു നിമിഷം കൊണ്ട് ഇന്ത്യക്ക് കടന്ന കറാച്ചി, ലാഹോർ പോലെയുള്ള പ്രദേശങ്ങളിൽ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിൽ ആണ് ഇങ്ങോട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഒരു മിസൈലോ അല്ലെങ്കിൽ ഒന്നോ അതിർത്തി കടന്ന് ഇങ്ങോട്ട് പതിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ പ്രതിരോധ മാർഗത്തിന്റെ കരുത്ത് പാകിസ്ഥാന്റെ ആ ശുഷ്കമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ശേഷിക്കുണ്ടാകുന്ന ഒരു ദുർബലാവസ്ഥ, ഇതൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ എത്രത്തോളം അലർട്ട് അവിടെ ഉണ്ടാകുന്നുണ്ട്? തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥയിൽ വിരളികൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ എന്ന് പറയാൻ സാധിക്കും. കാരണം ഇന്ന് രാവിലെയും ഇന്നലെ രാത്രിയുമായിട്ട് പാകിസ്ഥാന്റെ സിയാൽകോട്ട് അടക്കമുള്ള ഭാഗങ്ങളിൽ ഉണ്ടായ ജാഗ്രത നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. അതായത് വലിയ രീതിയിൽ എയർ റെയ്ഡ് സൈറനുകൾ മുഴങ്ങപ്പെടുന്നു. അവിടെ ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഒരാളും വീട് വിട്ട് രാത്രി നേരങ്ങളിൽ പുറത്തു വരരുത്, ലൈറ്റുകൾ തെളിയിക്കരുത് തുടങ്ങിയിട്ടുള്ള കനത്ത ജാഗ്രത നൽകിയിട്ടുണ്ടായിരുന്നു പാകിസ്ഥാൻ ഈ പറയുന്ന സിയാൽകോട്ട് അടക്കമുള്ള ഭാഗങ്ങൾ. പിന്നീട് അത് ലാഹോറിലേക്കും റാവൽപിണ്ടി അടക്കമുള്ള മേഖലകളിലേക്കും എല്ലാം തന്നെ ഈ പറയുന്ന നിർദ്ദേശങ്ങൾ, ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. നിലവിൽ ഇന്ത്യ തേടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭീകരൻ എന്ന് പറയുന്നത് TRFന്റെ തലവനാണ്. ഈ TRFന്റെ തലവൻ ഇപ്പോൾ ഒളിവിലുള്ളത് റാവൽപിണ്ടിയിലാണ്. പാകിസ്ഥാന്റെ കരസേനാ താവളങ്ങളടക്കം നിരവധിയുള്ള അസിം മുനീറിന്റെ താവളം അടക്കമുള്ള ഈ പറയുന്ന റാവൽപിണ്ടി. അതുകൊണ്ട് തന്നെ ഈ TRF തലവനെ നേരിടാൻ വേണ്ടി അല്ലെങ്കിൽ അയാളെ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും ഇന്ത്യ ഇനി പാഴാക്കില്ല എന്നുള്ളതാണ്.